ന്യൂസ് 16 കേരള. ലഹരിമുക്ത കേരളമാക്കി മാറ്റാനായില്ലെങ്കിൽ പ്രവാസികൾക്ക് വിദേശത്ത് ജോലി ചെയ്യുവാൻ സ്വസ്ഥത ഉണ്ടാവില്ല. KP മുഹമ്മദ് കുട്ടി. ലഹരിമുക്ത കേരളമാക്കി മാറ്റാനായില്ലെങ്കിൽ പ്രവാസികൾക്ക് വിദേശത്ത് ജോലി ചെയ്യുവാൻ സ്വസ്ഥത ഉണ്ടാവില്ല. KP മുഹമ്മദ് കുട്ടി. നമ്മുടെ നാടിനെ ലഹരിമുക്ത കേരളമാക്കി മാറ്റാനായില്ലെങ്കിൽ പ്രവാസികൾക്ക് വിദേശത്ത് സമാധാനത്തോടെ ജോലി ചെയ്യാനാകാത്ത അവസ്ഥയുണ്ടാകുമെന്നും വേൾഡ് KMCCയുടെ നേതൃത്വത്തിൽ ലഹരി വ്യാപനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു KP മുഹമ്മദ് കുട്ടി. മക്കളടക്കമുള്ള കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ആധിയിലാണ് പ്രവാസി സമൂഹമെന്നും KP പറഞ്ഞു. KMCC കോഴിക്കോട് പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്ന ഓഫീസ് കെട്ടിടം KMCC പ്രവർത്തകരുടെ ഫണ്ട് കൊണ്ട് മാത്രമുള്ളതായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് പിരിവെടുത്തായിരിക്കില്ല നിർമ്മിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ KMCCയെ പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട പഴയകാല പ്രവർത്തകർക്കുള്ള ആശ്വാസ പദ്ധതിക്ക് KMCC രൂപം നൽകിയിട്ടുണ്ട്. KMCC സുരക്ഷാ പദ്ധതി ജാതിമത ഭേദമന്യേ വലിയ ആശ്വാസമാവുകയാണ്. ഇനിയും പദ്ധതിയിൽ ചേരാൻ ബാക്കിയുള്ള KMCC പ്രവർത്തകർ പദ്ധതിയിൽ ചേരാൻ ശ്രമിക്കണമെന്നും സ്വീകരണത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ KP പറഞ്ഞു. വേൾഡ് KMCC പ്രസിഡന്റായി തിരഞ്ഞെടുത്ത KP മുഹമ്മദ് കുട്ടിക്ക് ഷറഫിയ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി നൽകിയ സ്വീകരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ വൈസ് ചെയർമാൻ, മുൻ ജിദ്ദ, സൗദി KMCCകളുടെ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച KP മുഹമ്മദ് കുട്ടി ഇപ്പോൾ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാനാണ്. 1980 മലപ്പുറത്ത് നടന്ന ഭാഷാ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചാണ് 1980 സെപ്റ്റംബർ ജിദ്ദയിൽ പ്രവാസിയായി എത്തിയത്. KMCCയെ സൗദി ഒട്ടുക്കും വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം, പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദീഖ്, ചന്ദ്രിക അഡ്മിനിസ്ട്രേറ്റർ KM സൽമാൻ, സലാം ഫൈസി ഒളവട്ടൂർ, സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, അഹമ്മദ് പാളയാട്ട്, നാസിർ വളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അരിമ്പ്ര അബൂബക്കർ ചടങ്ങ് നിയന്ത്രിച്ചു. ജനറൽ സെക്രട്ടറി VP മുസ്തഫ സ്വാഗതവും നന്ദിയും പറഞ്ഞു. ജംഷീർ ഖുർആൻ പാരായണം നടത്തി. VP അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ജിദ്ദയിൽ നിന്നും ന്യൂസ് 16 വേണ്ടി റിപ്പോർട്ട് റഹീം ജമാട്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.